ഹലോ, വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ എൻ്റെ ഞാനിരിക്കുന്ന സിംഹാസനത്തിൻ്റെ എൻ്റെ ചെയറിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഒരു ബാത്ത് ടബിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കെന്നെ കണ്ടാലോ. ഫസ്റ്റ് ഞങ്ങൾ പൊട്ടിക്കുന്നത് ബാത്ത് ടബാണ്. BT ലക്ഷ ബേബി ബാത്ത് ടബ്. ഇത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതാണ് അതിനകത്തെ സംഭവം. ഓക്കെ, ഇതൊരു ബാത്ത് ടബ്. പിന്നെ തീരെ പൊടി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കുളിക്കാനൊന്നും പ്രായമുള്ള കുഞ്ഞുങ്ങളല്ലെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു പില്ലോ, അവരെ കിടത്തുമ്പോൾ അവർ വെള്ളത്തിലേക്ക് താന്നു പോകാതിരിക്കാനുള്ള ഒരു പില്ലോയും അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സോപ്പ് വെക്കാനുള്ളൊരു റാക്കുണ്ട്. അതുപോലെ തന്നെ ഇതാണ് പില്ലോ. നല്ല സോഫ്റ്റ് ജെല്ലാണ് കേട്ടോ. അതിനകത്ത് ജെൽ മെറ്റീരിയലാണ്. വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് അത് പൊങ്ങി കിടക്കും. പിന്നെ ഇതാണ്. പിന്നെ ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് നമുക്ക് താഴേക്ക് ഡെപ്തിലേക്ക് താത്താനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ്. നല്ല ക്ലിയർ പാക്കിങ്ങിൽ ഡാമേജ് ഒന്നും ഇല്ലാതെയാണ് നമുക്ക് സാധനം കിട്ടിയത്. ഇതിങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഒരു ലോക്കുണ്ട്. അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. അതിന് താഴെ ഇതുണ്ടോ, 2 ലെഗ് ഉണ്ട്. ആ ലെഗ് നമ്മൾ വൈഡാക്കി വെച്ചിട്ട് വേണം 2 സൈഡിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് എക്സ്റ്റെൻഡ് ആക്കി വെച്ചിട്ട് വേണം താഴേക്ക് പുഷ് ചെയ്യാൻ, അല്ലാതെ തട്ടി നിൽക്കും. അപ്പോൾ ഇങ്ങനെ സൈഡ് വശത്ത് ആ ബ്ലൂ കളറിൽ കാണുന്ന റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. സോ അവിടെ മടങ്ങിയിരിക്കും. അന്നേരം ഇതിങ്ങനെ വളരെ നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നമ്മുടെ കാറിനകത്തൊക്കെ കയറും, കോമ്പാക്റ്റാക്കി വെക്കാം. പിന്നെ ഇത് നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴുകി പോകാനുള്ള സ്പേസാണ്. പിന്നെ ആ ടിക്ക് പോലെ കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാല് അവിടെ നല്ല തെന്നി പോവില്ല, ഒരു ഗ്രിപ്പുണ്ട് അവിടെ. പിന്നെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സോപ്പിൻ്റെ ഡപ്പ അവിടെ വെക്കാം. അതുപോലെ നമുക്ക് അതിൽ തന്നെ പില്ലോ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പില്ലോയ്ക്ക് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കാം. 3 ക്ലിപ്സ് ഉണ്ട്, അത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കാം. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആ സോപ്പിൻ്റെ റാക്ക് എടുത്തിട്ട് വേണം കേട്ടോ പില്ലോ പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്. അതിലങ്ങനെ കുളിപ്പിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പക്ഷേ ഇപ്പോൾ ബാത്ത് ടബിലാണ് ഋതി കുളിക്കുന്നത്. പില്ലോ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അവനിപ്പോൾ ഇരുന്ന് കുളിക്കുമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ പില്ലോ യൂസ് ചെയ്തില്ല. ഇതാണ് നമ്മുടെ ബാത്ത് ടബ്. നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് എനിക്കിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റായിരുന്നു 4-in-1 കൺവെർട്ടബിൾ ചെയർ. ഇതിൽ മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇരിക്കാൻ അല്ലെങ്കിൽ പായ കിടക്കത്തില്ലാത്ത മീൻസ് ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നമുക്ക് അവനെ ഇരുത്തിക്കൊണ്ട് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. കുറച്ച് നേരമൊക്കെ ഇരുന്ന് തരും കേട്ടോ. കണ്ടിന്യൂ ഇരിക്കത്തൊന്നുമില്ല ആൾ. അങ്ങനെ കണ്ടിന്യൂ ഇരുത്താനും ശരിയാവില്ല, കാരണം കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാനൊക്കെ പ്രാക്ടീസ് ആണല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അവനെ കണ്ടിന്യൂ അങ്ങനെ ഇരുത്താറില്ല. പക്ഷേ അവനെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട പണികളൊക്കെ ചെയ്യാൻ പറ്റും. വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളവർക്കൊക്കെ സുഖമാണ്, കാരണം ഇവനെ ഒന്ന് ഇരുത്തിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നുണ്ടെങ്കിൽ മാറാം. കാരണം ഇത് ലോക്കാക്കി വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു പാക്കേജാണ് വരുന്നത്. ഇത് വൈകുന്നേരം പലയിന്ന് വന്ന വഴിക്ക് ജിത്തുവേട്ടന് എടുത്തിട്ട് വരുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ തന്നെ രാത്രിയിലാണ് നമ്മളിത് അൺബോക്സ് ചെയ്യുന്നത്. കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്. ഋതിക്ക് എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും എനിക്കിത് കാണാൻ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. സോ ഇങ്ങനെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലൊരു ഷാമ്പു വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ സാധനം വരേണ്ടത് മറ്റേ ബാത്ത് ടബിൻ്റെ കൂടെയാണ്, പക്ഷേ ഇത് ചെയറിൻ്റെ കൂടെയാണ് വന്നത്. പിന്നെ ഇങ്ങനെ കുറേ കമ്പികളുണ്ട്. ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അതിരിക്കാനുള്ള സ്റ്റാൻഡ് പിടിപ്പിക്കുന്നത്. എല്ലാം ലോക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ച കളറാണ്. വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്. അതായത് മേടിച്ചത്. ബാത്ത് ടബിന് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചാരിയിരിക്കുന്ന ഒരു ചെയർ കണ്ടോ. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ ഈ ചെയർ. നല്ല സുഖമാണ്. അതിലൊന്നും പറ്റി പിടിച്ചൊന്നും ഇരിക്കത്തില്ല. അഥവാ ഇപ്പോൾ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുകയോ തുടയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആവും. സ്റ്റെയിനൊന്നും ഇരിക്കില്ല. അങ്ങനത്തെ മെറ്റീരിയലാണ്. പിന്നെ അവന് ഫുഡിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡും അതിനകത്തൊരു ട്രേയും ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ ഇത് ഹാൻഡിൽ പിടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ഒരു ലോക്കുണ്ട്, പുഷ് ബട്ടൺ. ആ പുഷ് ചെയ്തിട്ട് അതിങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇതിങ്ങനെ ലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ലോക്കാവും. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ ആദ്യം അത് കണ്ടില്ല. പിന്നെ പ്രസ് ചെയ്ത് അത് ലോക്ക് ചെയ്തപ്പോഴത്തേനും അത് സൂപ്പറായിട്ട് ലോക്കായി.
അത് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര ലെങ്ത്തിലേക്ക് വേണമെങ്കിൽ. അവന് കുഞ്ഞു വളരുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ട്രേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ ബട്ടൺ. അത് പുഷ് ചെയ്തിട്ട് വേണം നമ്മൾ. വളരെ യൂസ്ഫുൾ പ്രോഡക്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് ഋതിക്ക് മേടിച്ചതിൽ ഏറ്റവും യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. ഒന്ന് തൊട്ടി, ഋതിയുടെ തൊട്ടി ഭയങ്കര യൂസായിരുന്നു. പിന്നെ എനിക്കിപ്പം ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് ഈ ചെയർ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഋതി ഇതിനകത്ത് വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന. അവനെ ഇരുത്തിക്കൊണ്ട് എനിക്ക് അടുക്കളയിലെല്ലാം ചെയ്യാം. പിന്നെ ഋതിക്ക് നമ്മളൊരു പാത്രം മേടിച്ചായിരുന്നു, അതാണത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റ്. സൂപ്പർ പ്രോഡക്റ്റ്സാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടവർക്ക് മേടിച്ചു കൊടുക്കാം. ഇങ്ങനെ കസേര കയറി ഇങ്ങനെ ഇരുന്നോളും. പുള്ളി ഇപ്പോൾ രാജസിംഹാസനത്തിലാണ്. അപ്പോൾ ഓക്കെ, ബൈ.